നമ്മുടെ സിനിമയുമായി ഏറ്റവും യോജിച്ചൊരു പേരാണ്. ഒരു മാന്ത്രികൻ്റെ, ഒരു നാട്ടിൻപുറത്തെ മാന്ത്രികൻ്റെ നല്ലൊരു കഥ പറയുന്ന, കണ്ടു കഴിഞ്ഞാൽ മനസ്സ് നിറയും. അതേപോലെ സന്തോഷിച്ച് ത്രില്ലടിച്ച് കുറച്ചൊക്കെ കണ്ണ് നിറഞ്ഞ് കൈയടിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിരുന്നു. അല്ലമാന പ്രൊഡക്ഷനും ഇതിൻ്റെ പ്രൊഡ്യൂസർ നജീബ് സാറും അങ്ങനെ ഒരു അവസരം തന്നു. നമ്മുടെ സിനിമയിലൂടെ ഒരുപാട് ആൾക്കാർക്ക് അവസരം ഉണ്ടാവണം. അങ്ങനെ ഒരു അത്തരത്തിൽ നമ്മുടെ സിനിമ എല്ലാം കൊണ്ടും എല്ലാവർക്കും ഒരു സ്പെഷ്യലാണ് നമ്മുടെ കട്ടപ്പാടത്ത്. നമ്മുടെ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾ വിചാരിക്കും, നിങ്ങൾ പറയും, ഇതിലെ കാസ്റ്റിംഗ് ഒക്കെ പക്ക ആപ്റ്റായിരുന്നു. അവർ ഇതിൽ വേറൊരാളെ പകരം വെക്കാൻ പറ്റില്ല. അത്തരത്തിൽ അവർ എല്ലാവരും തന്നെ വളരെ ഗംഭീരമായിട്ട് അത്രയും വളരെ ഉഷാറായിട്ടുണ്ട്. നല്ലൊരു കഥയാണ്. യഥാർത്ഥത്തിൽ സിനിമ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ സിനിമ ഉണ്ടാവുക. യഥാർത്ഥം എൻ്റെ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടായിരുന്നു. വളരെ അദ്ദേഹം നമുക്ക് ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും, ശരിയാണ്. പക്ഷെ മാനസികമായിട്ടും എല്ലാം കൊണ്ടും അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്തു. മെയിനായിട്ട് മാനസികമായാണ് വേണ്ടത്. അദ്ദേഹം ഇന്ന് ഈ നിമിഷം വരെ അർത്ഥത്തിൽ കൂടെ കട്ടക്കുണ്ട്. ഓഗസ്റ്റ് 30 റിലീസാവുന്ന കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന സിനിമയുടെ ഡയറക്ടറാണ് നമ്മളെ കൂടെ ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. താങ്ക് യു. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സിനിമ എന്നുള്ളൊരു സ്വപ്നം വരുന്നത്? കഴിഞ്ഞ 15 വർഷമായിട്ട് സിനിമ സ്വപ്നം കണ്ട്, ചെറുപ്പം തൊട്ടേ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ 15 വർഷമായിട്ട് അതിൻ്റെ പ്രയത്നത്തിലാണ്. ഏകദേശം 12ഓളം ഷോർട്ട് ഫിലിമുകൾ ചെയ്തു. അതേപോലെ 10ഓളം ഡോക്യുമെൻ്ററി ചെയ്തു. അങ്ങനെ കഷ്ടപ്പെട്ട് കഴിവ് തെളിയിച്ച് അങ്ങനെ സിനിമയിലേക്ക് എത്തി. ഇങ്ങനെ കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്നാണ് സിനിമയുടെ പേര്. അതൊരു ആ യാത്ര തന്നെ വല്ലാത്തൊരു യാത്രയായിരുന്നു. അത് വേറൊരു സിനിമക്കുള്ള സ്റ്റോറി ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒരു ഡിഫറെന്റ് നെയിമാണ് കട്ടപ്പാടത്തെ മാന്ത്രികൻ. എങ്ങനെയാണ് ആ ഒരു പേരിലേക്ക് എത്തുന്നത്? യഥാർത്ഥത്തിൽ കട്ടപ്പാടത്തെ മാന്ത്രികൻ നമ്മുടെ സിനിമയുമായി ഏറ്റവും യോജിച്ചൊരു പേരാണ്. ഒരു മാന്ത്രികൻ്റെ, ഒരു നാട്ടിൻപുറത്തെ മാന്ത്രികൻ്റെ നല്ലൊരു കഥ പറയുന്ന, കണ്ടു കഴിഞ്ഞാൽ മനസ്സ് നിറയും. അതേപോലെ സന്തോഷിച്ച് ത്രില്ലടിച്ച് കുറച്ചൊക്കെ കണ്ണ് നിറഞ്ഞ് കൈയടിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിരിക്കും കട്ടപ്പാടം. ആരാണ് നമ്മുടെ സിനിമയിലെ മാന്ത്രികൻ? അത് യഥാർത്ഥത്തിൽ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ആരാണ് മാന്ത്രികൻ എന്നുള്ളത്. ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത് പ്രിയപ്പെട്ട വിനോദ് ഗോവര്, അതേപോലെ നമുക്ക് സുപരിചിതനായ സുമിത് തമ്പി. ഇത് രണ്ടുപേരാണ് പ്രധാന കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിക്കുന്നത്. നീമ മാത്യു ആണ് നായിക. അങ്ങനെ പിന്നെ ഒരുപാട് മലയാളത്തില് വളരെ സുപരിചിതരായ ഒരുപാട് താരങ്ങൾ ഈ സിനിമ. എങ്ങനെയാണ് ഈ ഒരു കാസ്റ്റിംഗിലേക്ക് എത്തുന്നത്? നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ആ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ താരങ്ങളെ നമ്മൾ കണ്ടെത്താൻ ഞങ്ങൾ സാധിച്ചു. ഈ സിനിമയുടെ ഒരു പ്രത്യേകത, ഏകദേശം ഒരു 150ഓളം വരുന്ന പുതിയ പ്രതിഭകളെ ഈ സിനിമയിലൂടെ നമുക്ക് മലയാള ഇൻഡസ്ട്രിക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. സംവിധാന സംരംഭത്തിൽ ഒരുപാട് പുതുമുഖങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ അത് മാത്രമല്ല, അതിൽ അങ്ങനെ എനിക്ക് ഇപ്പോൾ സപ്പോർട്ട് അല്ലമാന പ്രൊഡക്ഷനും ഇതിൻ്റെ പ്രൊഡ്യൂസർ നജീബ് സാറും അങ്ങനെ ഒരു അവസരം തന്നു. നമ്മുടെ സിനിമയിലൂടെ ഒരുപാട് ആൾക്കാർക്ക് അവസരം ഉണ്ടാവണം. അങ്ങനെ ഒരു അത്തരത്തിൽ നമ്മുടെ സിനിമ എല്ലാം കൊണ്ടും എല്ലാവർക്കും ഒരു സ്പെഷ്യലാണ് നമ്മുടെ കട്ടപ്പാടത്തെ മാന്ത്രികൻ. അത്തരത്തിൽ പ്രേക്ഷകരും ആ അർത്ഥത്തിൽ ഇരു കൈ നീക്കി സ്വീകരിക്കുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഒരുപാട് പുതുമുഖങ്ങളായിട്ടൊരു സിനിമ വരുമ്പോൾ ഭയങ്കര റിസ്ക് അല്ലേ ശരിക്കും? കൊമേഴ്ഷ്യലി നമ്മുടെ നോക്കുമ്പോൾ റിസ്ക് അല്ലേ ശരിക്കും? ശരിയാണ്. പക്ഷേ നമ്മുടെ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾ വിചാരിക്കും, നിങ്ങൾ പറയും, ഇതിലെ കാസ്റ്റിംഗ് ഒക്കെ പക്ക ആപ്റ്റായിരുന്നു. അവർ ഇതിൽ വേറൊരാളെ പകരം വെക്കാൻ പറ്റില്ല. അത്തരത്തിൽ അവർ എല്ലാവരും തന്നെ വളരെ ഗംഭീരമായിട്ട് അത്രയും വളരെ ഉഷാറായിട്ടുണ്ട്. നല്ലൊരു കഥയാണ്. അത്രയും നമുക്ക് സ്ക്രിപ്റ്റ് എഡിറ്റിംഗ് ഞാൻ പ്രൊഫഷണലി ഞാനൊരു എഡിറ്റർ ആയിരുന്നു. അതിനുശേഷമാണ് സ്ക്രിപ്റ്റിലേക്കും ഡയറക്ഷനിലേക്കും. അപ്പം എഡിറ്റിംഗ് ഫീൽഡിലായിരുന്നു പ്രൊഫഷണലി ഉണ്ടായിരുന്നത്. സ്വന്തമായിട്ടാണോ? നമ്മൾ നേരത്തെ ഒരുപാട് മറ്റുള്ള പ്രോജക്റ്റുകളൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ 15 വർഷമായിട്ട് ഇതിന്റെ പുറകെ തന്നെയാണുള്ളത്. 15 കൊല്ലത്തെ ഒരു സ്വപ്നമാണ്. ചെറുപ്പം തൊട്ടേ തന്നെ സിനിമയാണ് നമ്മളെ ഒരു എയിം ആയിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ അസിസ്റ്റന്റ് ആയിട്ടോ അസോസിയേറ്റ് ആയിട്ടോ ഒന്നും പോയിട്ടില്ല. അപ്പം നമ്മൾ നേരത്തെ ഷോർട്ട് ഫിലിമും ഡോക്യുമെന്ററിയും ചെയ്ത് അപ്പോൾ എല്ലാം തന്നെ നേരത്തെ ചെയ്ത വർക്കുകളൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു മുദ്ര കുത്തി നാടിനും സമൂഹത്തിനും ഗുണകരമാവുന്ന രീതിയിലുള്ള വർക്കുകളാണ് ചെയ്തത്.
അപ്പോൾ എൻ്റെ ഫസ്റ്റ് സിനിമയും ആ അർത്ഥത്തിൽ അതിക്കും വേറെയായ ഒരു നല്ലൊരു സിനിമയായിരിക്കും. ധൈര്യമായിട്ട് കാണാവുന്ന, ടിക്കറ്റ് എടുത്ത് കാണാവുന്ന നല്ലൊരു ഫാമിലി കോമഡി എന്റർടൈനർ ആയിരിക്കും. അല്ല, ഞാനിപ്പോൾ കട്ടപ്പാടത്തെ മാന്ത്രിയാണെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് താങ്കളുടെ യൂട്യൂബ് ചാനലിലാണ് ഇതിൻ്റെ ഒരുപാട് ക്ലിപ്സ് കാണാൻ പറ്റിയത്. അത്രത്തോളം ഇത് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും നമ്മള് സിനിമക്കാരെ കുറിച്ച് പറയുമ്പോൾ ഒരു അമ്മ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന പോലെ, തീർച്ചയായിട്ടും ഞാൻ പ്രസവം ധരിച്ചുകൊണ്ടിരിക്കാം, 30-ാം തീയതിയാണ് അത് പ്രസവിക്കുള്ളൂ. തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യത്തോടുള്ള നല്ലൊരു കുട്ടി തന്നെ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് നൽകാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ജേണർ എങ്ങനെയാണ് വരുന്നത്? ഒരു ഫാമിലി കോമഡി, ലവ് ട്രാക്ക്, അത് മാത്രമല്ല കുട്ടികൾക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു പാക്കേജ് ആയിരിക്കും. അത് ഉറപ്പാണ്. അത് ധൈര്യത്തിൽ ടിക്കറ്റ് എടുത്ത് കാണാവുന്ന ഒരു സിനിമ ആയിരിക്കും. ഈ സിനിമയിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണ്? അങ്ങനെ ഒരു ചോദ്യത്തിന് ഡയറക്ടറോട് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററോട് ചോദിക്കാനുള്ള പ്രസക്തി ഇല്ല. ഒരു ഫേവറേറ്റ് ഒരു ക്യാരക്ടർ ഉണ്ടാവില്ല? എന്നെ വെച്ചോടോ എല്ലാ ക്യാരക്ടറും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അത്രയും ആലോചിച്ച് ചിന്തിച്ച് എഴുതിയ കഥാപാത്രങ്ങളാണ്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു 150ഓളം പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തു പറഞ്ഞു. പക്ഷെ 150 പേരും വെറുതെ ഒന്ന് മുഖം കാണിച്ചിങ്ങനെ വന്ന് പോകുന്നവരല്ല. അതൊക്കെ അവർക്ക് എന്തെങ്കിലും ഒക്കെ അടയാളപ്പെടുത്തി വളരെ അവരുടെ സിഗ്നേച്ചർ കിട്ടിട്ടാണ് ആ സിനിമ കിട്ടണമെങ്കിലും അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയ സാധനം. തീർച്ചയായിട്ടും ഞാൻ അവരോട് പറയും, നിങ്ങളെ വെച്ചോടോ ഇത് ഒരു വലിയ ഒരു മുതൽക്കൂട്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഈ സിനിമ ഒരു സ്പെഷ്യൽ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ പിന്നെ നല്ലൊരു ടീമായിരുന്നു നമ്മൾ. എൻ്റെ കൂടെയുള്ള ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പ്രൊഡ്യൂസർ സാറ് നജീബ് അല്ലമാന, അതേപോലെ ഇതിൻ്റെ പ്രോജക്റ്റ് കോർഡിനേറ്റർ സലാം ലിൻസി, അതേപോലെ ക്യാമറമാൻ പ്രബീഷ് ലിൻസി, അതേപോലെ മ്യൂസിക് ഡയറക്ടർ 2 പേരാണ് മ്യൂസിക് ചെയ്തത്, സിബു സുകുമാരൻ, മിഥുലേഷ് ചോലക്കാർ. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത് സിബു സുകുമാരനാണ്. ഇവരൊക്കെ തന്നെ ഇതൊരു ജോലിയായിട്ടല്ല കാണുന്നത്. അവർക്കിത് ഈ വർക്ക് നമ്മുടെ വർക്കാണ്, ഇത് വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ആ അർത്ഥത്തിൽ നിന്നുകൊണ്ട് എല്ലാവരും കട്ടക്ക് നിന്ന് എൻ്റെ കൂടെ ഉണ്ടായ അഭിനേതാക്കളും സഹപ്രവർത്തകരും ഒക്കെ തന്നെ ആ അർത്ഥത്തിൽ അതിനെ വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു ഗംഭീര സിനിമയായിട്ട് മാറും ഉറപ്പാണ്. ഇപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ ടീസറോ ട്രെയിലറോ പാട്ടുകളോ ഒന്നും കാണാൻ പറ്റില്ല. നമ്മളത് ഓഗസ്റ്റ് 20-ന് ശേഷം എല്ലാം മലയാളത്തിലെ പ്രമുഖ യൂട്യൂബ് ചാനൽ മുഖാന്തരം അതൊക്കെ പുറത്തു വരും. അതൊക്കെ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ഇറങ്ങാത്തോണ്ടേ നമുക്ക് എങ്ങനെയാണ് ഇതൊന്നും മനസ്സിലാകുന്നില്ല. തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ മനസ്സിലൊരു സംഭവം ഉണ്ടാവും. ലെറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് മികച്ചൊരു ട്രെയിലർ ആണെങ്കിലും സോങ് ഒക്കെ ആണെങ്കിലും നിങ്ങളുടെ ഒക്കെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം. വളർന്നു വരുന്ന ഒരുപാട് ആൾക്കാരുടെ വലിയ സ്വപ്നമാണ്. നിങ്ങളടുത്ത ആൾക്കാർ, നല്ല നല്ല ആൾക്കാരൊക്കെ നമ്മൾ കൂടെ വന്നാലാണ് സിനിമക്കും ഞങ്ങൾക്കൊക്കെ ഗുണകരമാകുക. ഈ സിനിമയുടെ ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? ഇതിന്റെ ലൊക്കേഷൻ പാലക്കാടായിരുന്നു. മെയിനായിട്ട് ലൊക്കേഷൻ പാലക്കാട്, തച്ചനാട്ടുകര, അതുപോലെ കൊല്ലങ്കോട്, അതേപോലെ വയനാട്, കുറച്ച് മലപ്പുറത്ത് നിന്ന് ഷൂട്ട് ചെയ്തു. അങ്ങനെ നാട്ടിൻ്റെ ഒരു തനിമ, പച്ചപ്പ് ഒക്കെ ഉള്ള നല്ലൊരു കണ്ണ് ഇങ്ങനെ കുളിർക്കുന്ന ഒരുപാട് കാഴ്ചകളുള്ള നല്ലൊരു സിനിമയായിരുന്നു. ഇപ്പോൾ സിനിമയിൽ എത്തിയല്ലോ. അപ്പോൾ ഈ സിനിമയിൽ അവസരം തേടി കിടക്കുന്ന ആളുകളോടൊക്കെ എന്താണ് പറയുന്നത്? എങ്ങനെയാണ് ഇവരെയൊക്കെ കാസ്റ്റിങ്ങിലേക്കൊക്കെ കൊണ്ടുവന്നത്? ഞങ്ങൾ ഒരു ഓഡീഷൻ നടത്തിയിരുന്നു കോഴിക്കോട് വെച്ച്. ഒരു ഓഡീഷൻ, ഇങ്ങനെ ഒരു സിനിമ അല്ലമാന പ്രൊഡക്ഷൻ്റെ ബാനറിൽ നജീബ് അല്ലമാൻ സാർ നിർമ്മിക്കുന്ന ഒരു സിനിമ നിർമ്മിക്കുന്നുണ്ട് പറഞ്ഞ ഒരു ഓഡീഷൻ. അപ്പം അങ്ങനെ ആ ഒരു കാസ്റ്റിങ്ങുകൾ കണ്ട് ഏകദേശം ഒരു 3000-ഓളം ആൾക്കാർ തന്നെ എത്തി എന്നുള്ളതാണ്. ആൾക്കാർ വന്നു. അപ്പോൾ ഞങ്ങൾ തന്നെ നെട്ടിപ്പോയി. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷയില്ല. പക്ഷേ ഞങ്ങൾ വളരെ ജെന്യൂനായിട്ടാണ് ആ വിഷയത്തെ കണ്ടത്. അവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെ നിങ്ങൾ ആപ്റ്റാണെങ്കിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നുള്ളതാണ്. ഞങ്ങൾ അവർക്ക് കൊടുത്ത വാക്ക് ഞങ്ങൾ പാലിച്ചു. എൻ്റെ സിനിമയിലൂടെ, ഞങ്ങളുടെ സിനിമയിലൂടെ, നമ്മുടെ സിനിമയിലൂടെ 150ഓളം പേർക്ക് ഞങ്ങൾ അവസരം കൊടുക്കാൻ സാധിച്ചു. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, അവരൊന്നും വെറുതെ മുഖം കാണിച്ച് പോവുകയല്ല ചെയ്തത്, എന്തെങ്കിലുമൊക്കെ മുദ്ര കുത്തി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു സിനിമയുടെ വിജയത്തിന് ഒരു പ്രൊഡ്യൂസറിന് എത്രത്തോളം പങ്കുണ്ടെന്നാണ് വളരെ യഥാർത്ഥത്തിൽ സിനിമ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ സിനിമ ഉണ്ടാവുക. യഥാർത്ഥം എൻ്റെ പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം സപ്പോർട്ടായിരുന്നു വളരെ. അദ്ദേഹം നമുക്ക് ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും, ശരിയാണ്. പക്ഷെ മാനസികമായിട്ടും എല്ലാം കൊണ്ടും അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്തു. മെയിനായിട്ട് മാനസികമായാണ് വേണ്ടത്. അദ്ദേഹം ഈ നിമിഷം വരെ അർത്ഥത്തിൽ കൂടെ കട്ടക്കുണ്ട്. അത് മാത്രമേ അതേ ടീമും അതൊക്കെ തന്നെ നമ്മുടെ സിനിമയ്ക്ക്, അതൊക്കെ ഈ സിനിമയുടെ 30-ാം തീയതി അതിൻ്റെ ഒരു വിഷ്വലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സിനിമ റിലീസാകാൻ പോവാണ്. ഏറ്റവും ഫേസ് ചെയ്തൊരു ചലഞ്ച് എന്തായിരുന്നു ഇതുവരെ? ചലഞ്ച്
അത് കുറെ പറയാനാവറില്ല. സിനിമ ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഒരുപാട് മേഖലയിൽ നമ്മൾ കൈകാര്യം ചെയ്ത ഒരാളെ നിലയ്ക്ക് ഒരുപാട് ചാലഞ്ചിങ് ഉണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യായിരുന്നു. അതൊന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ അതൊക്കെ പറയുന്നത് ആഗ്രഹിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികളുണ്ട് അതിനൊക്കെ. അതൊക്കെ അതാണ് തീർച്ചയായിട്ടും. പക്ഷെ അതൊക്കെ ഞാൻ എന്ത് കഷ്ടപ്പാടാണെങ്കിൽ ശരി, ഒക്കെ ചാലഞ്ച് ആണെങ്കിൽ ശരി, അത് ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടാണ് ഈ നിമിഷം വരെ നീങ്ങിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു ഡെഡിക്കേഷനും ഈ സിനിമയിൽ കാണാനുണ്ടാവും. ഇതിൽ ഒരുപാട് സീനിയർ ആക്ടേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ പുതുമുഖങ്ങളുണ്ട്. അപ്പോൾ സീനിയർ ആയിട്ടുള്ളവരോട് വർക്ക് ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞാൻ പിന്നെ വിനോദ് ഗോവൂര്, ശിവജി ഗുരുവായൂർ അങ്ങനെയൊക്കെ വലിയ കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരങ്ങളാണ്. പക്ഷെ ഞങ്ങളൊക്കെ ഒരു കുടുംബത്തിൽ വന്നിരുന്ന് ഒരു വർക്ക് ചെയ്യുന്ന ഫീലായിരുന്നു. അവരൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു. എൻ്റെ ആദ്യ സിനിമ എന്ന സംവിധായകൻ എന്നതിനേക്കാളപ്പുറം അവരെന്റെ ഒരു സഹോദരൻ പോലെ അവരൊക്കെ ചേർത്ത് നിർത്തിയോടെ നിന്നു. ടിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിരുന്നോ? ടിപ്സ് ഒക്കെ തന്നു. വിനോദേട്ടനാണെങ്കിൽ തന്നെ, ശിവജിക്കാണെങ്കിൽ അവരൊക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ തിരഞ്ഞെടുക്കും, നമുക്ക് സിനിമക്ക് ഗുണകരമാവുന്ന ടിപ്സ് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ സിനിമ ടോട്ടലി ഒരു കുടുംബത്തിന്റെ, ഞങ്ങളെ കുടുംബത്തിന്റെ ടീമിന്റെ മനോഹരമായ ഒരു കഠിനാധ്വാനത്തിന്റെ സിനിമയാണ്. ഇപ്പോഴത്തെ ഒരു മലയാള സിനിമ ട്രെൻഡ് വെച്ച് എങ്ങനെയാണ് നമ്മുടെ ഈ സിനിമയുടെ ഒരു നോക്കുകയാണെങ്കിൽ? ഇതൊരു ന്യൂജൻ പടമോ അല്ലെങ്കിൽ അങ്ങനെയല്ല. ഇത് എല്ലാ പ്രേക്ഷകർക്കും, എല്ലാവർക്കും, ന്യൂജനാവട്ടെ പഴയ തലമുറക്കാവട്ടെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന, യൂത്തിന്, പിള്ളേർക്ക്, അതേപോലെ ചെറിയ പിള്ളേർക്ക്, മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പാക്കേജ് സിനിമയായിരിക്കും. 2-2.5 മണിക്കൂർ. ഗുരുവായൂർ അമ്പലനടയിൽ നിന്നുള്ളൊരു സിനിമ ഭയങ്കര അടിച്ചു പൊളിച്ച് തിയേറ്ററിൽ എല്ലാവരും കണ്ടൊരു, അതേപോലെ നമുക്ക് തിയേറ്ററിൽ അടിച്ചു പൊളിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. തീർച്ചയായിട്ടും. അത്തരത്തില് നല്ല തമാശകള്, അത് മാത്രമല്ല നമ്മൾ കണ്ട് ശീലിച്ച തമാശകളൊന്നും, നല്ല ഫ്രഷ് തമാശകളുള്ള, നല്ല പ്രണയരംഗങ്ങളുള്ള, മനസ്സ് തീർക്കുന്ന ഒരു സിനിമ. കോമഡിയാണോ കൂടുതൽ താല്പര്യം? പിന്നെ ഞാൻ ഈ സ്ക്രിപ്റ്റ് റൈറ്ററും കൂടി എന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരുപാട് സമവികാസങ്ങളും കൂടി ഇതിൽ വന്നിട്ടുണ്ട്. നല്ല കോമഡി സിനിമ എന്ന് പറഞ്ഞാല് തമാശ വേണം. എന്നിട്ട് 2 മണിക്ക് നമ്മൾ എൻജോയ് ചെയ്യണം. അതാണ് നേരത്തെ കുറെ ഡോക്യുമെന്ററി സീരിയസ് ആയി, അതെ ഞാൻ നേരത്തെ കുറെ സീരിയസ് ആയ ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ 2 മണിക്കൂർ ആൾക്കാർ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അത് ആ സിനിമയിൽ ഉണ്ടാവും. അങ്ങനെ വിശ്വസിക്കുന്ന ആ അർത്ഥത്തിൽ ഉണ്ടാവും എന്ന് വിചാരിക്കും. സിനിമയുടെ പാട്ടുകളും അതിനെ കുറിച്ച് പറയാം. സിനിമ 2 പാട്ടാണ്. ഒരു റൊമാൻറ്റിക് സോങ്, പിന്നെ ഒരു മെലഡി സോങ്. അത് ഒരു സോങ്, പിന്നെ ഒരു ടൈറ്റിൽ സോങ് ഉണ്ട് കേട്ടോ. 3 സോങ്. ഈ 2 സോങ് ചെയ്തത്, റൊമാൻറ്റിക് സോങ്ങും അതേപോലെ ടൈറ്റിൽ സോങ് ചെയ്തത് സിബു സുകുമാർ എന്ന് പറഞ്ഞ സാറാണ്. അറിയാം അല്ലേ? അദ്ദേഹം തന്നെയാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത്. വളരെ മനോഹരമായ സോങ് ആണ്. അത് പ്രേക്ഷകർ ഏറ്റെടുക്കും ഉറപ്പായിട്ടും. പിന്നെ വരുന്നത് ഒരു മിഥുനേഷ് ചോളക്കൽ, നവാഗതനായ സംഗീത സംവിധായകനാണ്. എനിക്ക് അങ്ങനെ കൂടി ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. അദ്ദേഹം ഇതേപോലെ വളരെ ഉഷാറായിട്ട് തന്നെ ആ സോങ് ചെയ്തിട്ടുണ്ട്. 2 പേരാണ് സോങ് എഴുതിയിട്ടുള്ളത്. നെവിൽ ജോർജ് എന്ന് പറഞ്ഞ ഒരു കോട്ടയംകാരനായ പയ്യനാണ്. അവനും പുതുമുഖാണ്. അത് VP ശ്രീകാന്ത് നായർ സാറ്, അദ്ദേഹവും പുതുമുഖ എഴുത്തുകാരനാണ്. ഇവരൊക്കെ നമ്മുടെ സിനിമയിലൂടെ മലയാള ഇൻഡസ്ട്രിക്ക് സംഭാവന ചെയ്യാണ് നമ്മുടെ സിനിമയിലൂടെ. അത് ഞാൻ വെറുതെ ഒരു ഭംഗി വാക്കിന് പറയുന്നതല്ല, വെറുതെ ഇരുന്നിങ്ങനെ തള്ളി മറിക്കാതെ. അത് കണ്ടു കഴിഞ്ഞാൽ ആ പാട്ട്, ലിറിക്കൽ സോങ്ങോ അതിന്റെ വീഡിയോ സോങ്ങോ പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് ബോധ്യപ്പെടും. കറക്റ്റാണ്, അത് പറഞ്ഞത് കറക്റ്റ് ആയിരുന്നത്. അതാണ് എനിക്ക് ആവശ്യം. ബാക്കിയുള്ള ക്യാമറമാൻ പ്രബീഷ് ലിൻസി, അദ്ദേഹത്തിന്റെ കൂടെ കഴിഞ്ഞ ഈ 15 വർഷത്തെ യാത്രക്കിടയിൽ ഒരുപാട് പ്രോജക്റ്റുകൾക്ക്, ഡോക്യുമെന്ററി ആവട്ടെ, ഷോർട്ട് ഫിലിമുകളാവട്ടെ, ക്യാമറ ചലിപ്പിച്ച വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളൊരു ബോണ്ട് ഉണ്ട്, ഒരു ടീം, ഒരു സെറ്റ് ഉണ്ട്. അത് ആ ഒരു ടീം വർക്ക് അദ്ദേഹം കൂടി മലയാള ഇൻഡസ്ട്രിയിൽ വരാൻ പോവാണ്. ഫസ്റ്റ് സിനിമയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ അദ്ദേഹത്തെ കൂടി പിടിച്ച് എൻ്റെ കൂടെ കൂട്ടാൻ പറ്റി. അദ്ദേഹം വളരെ മനോഹരമായിട്ട് പ്രബീഷ് ലിൻസി കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹീറോയും ഹീറോയിനെയും കുറിച്ചൊന്ന്. സുമിത്തും നീമ മാത്യു. അദ്ദേഹം, സുമിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മലയാള ഇൻഡസ്ട്രിക്ക് വലിയൊരു സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് കയറി പോകാൻ കൽപ്പുള്ള ഒരു നടനാണ്. അത്രമേൽ മനോഹരമായിട്ട് അദ്ദേഹം ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഒരുപാട് പ്രണയമാവട്ടെ, കോമഡി ആവട്ടെ, ഒരുപാട് സീനുകളോടൊക്കെ അതൊക്കെ അദ്ദേഹം, അത് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ആയി പറയുന്നില്ല. അത് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുമ്പോൾ അത് നീമ മാത്യു പറഞ്ഞൊരു പുതുമുഖം. അവര് ഫസ്റ്റ് മൂവി നമ്മുടെ സിനിമയിലൂടെയാണ്. ഫസ്റ്റ് അവര് നേരത്തെ സിനിമ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഫസ്റ്റ് റിലീസ് പടം നമ്മളതായിരിക്കും. അവരാവട്ടെ അവരുടെ വേഷം അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ രസകരമായിട്ട് ഓരോ ഇമോഷൻസും, പ്രണയരംഗും, തമാശ സീനുകളൊക്കെ വളരെ
നന്നായിട്ട് തന്നെ ഡയറക്ടർ എന്ന നിലയിൽ കൃതാർത്ഥനാണ്. വളരെയധികം. അതെ അതെ, ഞാൻ എൻ്റെ സഹപ്രവർത്തകരോടും പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രൊഡ്യൂസർ അല്ലമാന നജീബ് സാറ് എല്ലാവരും ഉണ്ട്. എനിക്ക് ഒന്നേ ഇനി പറയാനുള്ളത്, നല്ലൊരു സിനിമ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ലോക മലയാളികൾ അതെ അതെ നിങ്ങൾ ഏറ്റെടുക്കണം. ഞങ്ങളെ ഒരു വലിയൊരു ഒരുപാട് നാളത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. നിങ്ങൾ കൂടെ ഉണ്ടാവണം. ആഗസ്റ്റ് 30 നിങ്ങളത് ഇരു കൈ നീട്ടി സ്വീകരിക്കണം, പിന്തുണക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും സിനിമ ഒരു ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഞങ്ങളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തതിലും നന്ദി അറിയിക്കാം. ഇനി നമുക്ക് ഒരുപാട് സിനിമകൾ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും ഉടനെ തന്നെ അടുത്ത പടം ഉണ്ടാവും. നിങ്ങൾ ഉണ്ടാവും, നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവും, ഞങ്ങൾ ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.